ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നിസാർ. എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നമുക്കാണെങ്കിൽ സ്ട്രിങ്ങിന്റെ ഫങ്ഷൻസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രിങ്ങിന്റെ ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സ്ട്രിങ്ങിന്റെ മെത്തേഡ്സുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ആണെങ്കിൽ ഈ പറഞ്ഞ ഡേറ്റ ഫയൽ ഹാൻഡ്ലിങ്, ഡേറ്റ സ്ട്രക്ചർ, SQL ഇന്റർഫേസ് പറ്റുന്നത് SQL-നകത്താണെങ്കിൽ, പിന്നെയാണെങ്കിൽ ഫംഗ്ഷൻസിനകത്തൊക്കെ എന്താണ് വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അവിടെ എല്ലാം എന്താണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഈ സ്ട്രിങ്ങിന്റെ ഫംഗ്ഷൻസ് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സെക്ഷൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് വരാറുണ്ട്. അങ്ങനെ പല രീതിയിൽ ചോദിക്കാറുണ്ട് ഈ മെത്തേഡ്സിൽ. കേട്ടോ, നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും സെറ്റ് ആയിട്ട് തന്നെ നോക്കാം. യെസ്, ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് ലെൻ. ഇതാണ് ലെൻ ഫംഗ്ഷൻ. ലെങ്ത് കണ്ടുപിടിക്കുക. അപ്പൊ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എത്രയുണ്ടോ ആ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മൾ എന്താണ് ലെൻ ഫംഗ്ഷൻ. അല്ലെ, ലെൻ ഫംഗ്ഷൻ. ക്ലിയർ? ലെൻ ഫംഗ്ഷൻ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ റിട്ടേൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഹലോ വേൾഡ് എത്ര ഉണ്ടാവില്ല? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഓക്കെ, 12. ഓക്കെ, യെസ്. അപ്പൊ അതാണ് ലെൻ ഫംഗ്ഷൻ. ടൈറ്റിൽ ക്യാപിറ്റലൈസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്യാരക്ടറിന് എന്താ നമ്മളെ ഒരു സ്ട്രിങ്, അതിന്റെ ഇതൊരു പ്രീവേക്കും കൂടെ കേട്ടോ. ഫസ്റ്റ് ക്യാരക്ടറിനെ മാത്രം അപ്പർ കേസ് കൺവേർട്ട് ആയി. ഇപ്പൊ പൈത്തൺ പ്രോഗ്രാം PA മാത്രം അപ്പർ കേസിലോട്ട് കൺവേർട്ട് ആക്കി, ബാക്കി എല്ലാത്തിനെയും നമ്മളെ ലോവർ കേസിലോട്ട് കൺവേർട്ട് ആക്കി. അതിനെന്ത് വിളിക്കട്ടെ? ക്യാപിറ്റൽ. ഇതാണ് ക്യാപിറ്റലൈസ് മെത്തേഡ് എന്ന് വിളിക്കില്ല. അപ്പൊ ഇവിടെ നിന്നാണ് ഇവിടെ P മാത്രം ക്യാപിറ്റൽ. അല്ലെ, ടൈറ്റിൽ ഫംഗ്ഷൻ. നമ്മുടെ ഒരു സ്ട്രിങ്ങിനകത്ത് വേർഡ്സിനകത്തില്ലേ, ഓരോ വേർഡ്സിന്റെ ഫസ്റ്റ് ക്യാരക്ടറിനെ മാത്രം അപ്പർ കേസിലോട്ട് കൺവേർട്ട് ആക്കി, ബാക്കി റെസ്റ്റ് ഓഫ് ദി ക്യാരക്ടേഴ്സിനെ നമ്മളെ ലോവർ കേസിലോട്ട് കൺവേർട്ട്. അതാണ് ടൈറ്റിൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ. ലോവർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനെയും ലോവർ കേസിലോട്ട് കൺവേർട്ട് ആക്കി നമ്മൾ എന്ത് ലോവർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ. അപ്പർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനെയും അപ്പർ കേസിലോട്ട് കൺവേർട്ട് ആക്കി നമ്മൾ എന്ത് അപ്പർ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ. കൗണ്ട് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിനെ കൗണ്ട് ചെയ്യുന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കൗണ്ടിന്റെ ബ്രാക്കറ്റിൽ ഒരു സ്പെസിഫിക് ക്യാരക്ടർ കൊടുക്കും. ആ ക്യാരക്ടർ എത്ര ടൈംസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുന്ന ഈ പറഞ്ഞ കൗണ്ട് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ. ഇപ്പൊ ഇവിടെ P എത്ര ടൈംസ് ഉള്ളത്? 1, 2 ടൈംസ് ഉള്ളൂ. സോ അതുകൊണ്ട് 2 റിട്ടേൺ ആയി. PYTH എത്ര ടൈംസ് ഉണ്ട് നമ്മളെ? 1 ടൈംസേ ഉള്ളൂ. അല്ലേ, യെസ്. അപ്പൊ അതാണ് മക്കളെ എന്ത് ഈ കൗണ്ട് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ് ഈസ് ആൽനം ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഗിവൻ ക്യാരക്ടർ ആൽഫ ന്യൂമറിക് ആണോ അല്ലെ ചെക്ക് ചെയ്യുക. ആൽഫബറ്റോ അല്ലെങ്കിൽ ന്യൂമറിക് ആണോ ചെക്ക് ചെയ്യുക. അല്ലെ, ഫോർ എക്സാമ്പിൾ ഹലോ വേൾഡ് ആൽഫബറ്റ് ആണ്, അപ്പൊ ട്രൂ ആണ്. ഈസ് ആൽനം ട്രൂ ആണ്. ഹലോ വേൾഡ് 2 എന്ന് പറയുമ്പോൾ ആൽഫബറ്റ് ന്യൂമറിക്കും കൂടെയാണ്. അപ്പൊ എന്താ നമ്മൾ? ഇറ്റ് ഈസ് ട്രൂ. ഈസ് ആൽഫ എന്ന് പറയുന്ന ആൽഫബറ്റ് ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. എവിടെ ഈസ് ആൽഫ ട്രൂ. എന്താണ്? പൈത്തൺ എന്ന് പറയുമ്പോൾ ആൽഫബറ്റ് ആണെങ്കിൽ നമ്മൾ ആണ്. ഈ 1, 2, 3 പൈത്തൺ 1, 2, 3 എന്ന് പറഞ്ഞാൽ 1, 2, 3 ആൽഫബറ്റ് ആണോ? അല്ല. സോ അതുകൊണ്ട് ഫോൾസ് റിട്ടേൺ ചെയ്യും. അല്ലേ, നെക്സ്റ്റ് ഈസ് ഡിജിറ്റ് ആണോ? ഇപ്പൊ ഇവിടെ 1, 2, 3, 4 ഡിജിറ്റ് ആണ് നമ്മളെ ആണ്. ഇത് ഇവിടെ ഇടയ്ക്ക് സ്പേസ് ഉണ്ട്, സ്പേസ് ഡിജിറ്റ് ആണ് നമ്മൾ അല്ല. അതുകൊണ്ട് ഫോൾസ് റിട്ടേൺ ചെയ്യില്ലേ. ഈ സ്പേസ് ഉണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഫോർ എക്സാമ്പിൾ വെക്കാം /n/t നമ്മൾ ഇവിടെ സ്പേസ് ഉണ്ട്, ട്രൂ റിട്ടേൺ ചെയ്തു. ഹലോ സ്പേസ് /n നമ്മളെ ഫോൾസ് റിട്ടേൺ ചെയ്യില്ലേ. യെസ്. നെക്സ്റ്റ് നോക്കാം. ഇവിടെ പറയാണ്, ഇവിടെ പറയുന്ന ഐറ്റമാണ് നെക്സ്റ്റ് ഈസ് ലോവർ എന്ന് പറയുന്നത് ഗിവൻ ക്യാരക്ടർ ലോവർ കേസ് ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. ഇവിടെ വെക്കാം ഹലോ വേൾഡ് ലോവർ കേസ് ആണ്, സ്മോൾ ലെറ്റർ ആണ്, സോ ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യില്ല. നെക്സ്റ്റ് നോക്കാം ഈസ് അപ്പർ ഗിവൻ ക്യാരക്ടർ അപ്പർ കേസ് ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും. ഇപ്പൊ ഇത് അപ്പർ കേസ് ആണെങ്കിൽ നമ്മളെ ട്രൂ റിട്ടേൺ ചെയ്യും. സ്ട്രിപ്പ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും സ്പേസ് റിമൂവ് ചെയ്യും. ഇവിടെ വെക്കാം ഇവിടുത്തെ സ്പേസ് റിമൂവ് ആണ് ഈ പറഞ്ഞ സ്ട്രിപ്പ് മെത്തേഡ്. എൽ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ സ്പേസ് റിമൂവ് ചെയ്യുന്ന എൽ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ. അല്ലേ, നെക്സ്റ്റ് ആർ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലെ സ്പേസ് റിമൂവ് ചെയ്യുക. അപ്പൊ അതാണ് ആർ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ. റീപ്ലേസ് എന്ന് പറയുന്നത് ഓൾഡ് സ്ട്രിങ്ങിനെ ന്യൂ സ്ട്രിങ് ആയിട്ട് നമ്മളെ റീപ്ലേസ് ചെയ്യുക. അല്ലേ, അപ്പൊ ഓൾഡ് സ്ട്രിങ് എന്താണ് ഇവിടെ കൊടുക്കുക? ഇവിടെ ഓയ്ക്ക് പകരം സ്റ്റാർ കൊടുക്കുക. അപ്പൊ നമ്മളെ ഇവിടെ O വരുന്നിടത്ത് മാത്രം സ്റ്റാർ വരും കേട്ടോ. നെക്സ്റ്റ് പാർട്ടീഷൻ ഫംഗ്ഷൻ 3 പാർട്സുകളായിട്ടാണെങ്കിൽ സ്ട്രിങ്ങിനെ എന്താണ് ഈ പറഞ്ഞ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ. ഒന്ന് ഓർത്തിരുന്നേക്കുക. നെക്സ്റ്റ് സ്പ്ലിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ ഈ പറഞ്ഞുള്ള നമുക്ക് ഈ പറഞ്ഞ ഒരു സ്ട്രിങ്ങിനെ ലിസ്റ്റ് ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ എന്ത്? സ്പ്ലിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ. സ്പ്ലിറ്റ് ഫംഗ്ഷൻ എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്പ്ലിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ചോദിക്കാറുള്ളതാണ്. സ്പ്ലിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്ട്രിങ്ങിനെ ലിസ്റ്റ് ആക്കുന്നു. അപ്പം ഇവിടെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ക്യാരക്ടർ, ഫോർ എക്സാമ്പിൾ സ്പ്ലിറ്റ് A എന്ന് പറയുമ്പോൾ A വരെ മാത്രം സ്പ്ലിറ്റ് ആക്കുക. അപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോൾ INDI. അപ്പൊ ഇവിടെ INDI കഴിഞ്ഞിട്ട് A വരും സ്പ്ലിറ്റ് ആയി, എന്നിട്ട് സ്പേസ് ഈസ്
ഓക്കെ, എ വരുമ്പോൾ വീണ്ടും സ്പ്ലിറ്റ്, അപ്പൊ എ വരുമ്പോൾ മാത്രം സ്പ്ലിറ്റ് ആവും. അപ്പൊ അത്രയ്ക്ക് സ്പെസിഫിക് ക്യാരക്ടേഴ്സ് ഉപയോഗിച്ച് നമുക്ക് സ്പ്ലിറ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ? സെറ്റ് ആണോ മക്കളെ? സെറ്റ് അല്ലേ? യെസ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്താ മക്കളെ ഇതിനകത്ത് ഓർത്തിരിക്കുക, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മിസ്സാക്കല്. നമുക്ക് ഈ ലിസ്റ്റ് മെത്തേഡ്സുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ജോയിൻ ഫംഗ്ഷൻ ഉണ്ട്. ജോയിൻ ഫംഗ്ഷൻ നേരെ തിരിച്ചിടുക. ഈ സ്പ്ലിറ്റ് ഫംഗ്ഷൻ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് ലിസ്റ്റിനെ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യാണ് കേട്ടോ, ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞ സ്ട്രിങ് ഫംഗ്ഷൻസുകൾ എന്ന് പറയും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ പ്രാവശ്യം പരീക്ഷയ്ക്കാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ചെയ്ത് ക്വസ്റ്റ്യൻസ്, ഈ ഒരു സെക്ഷൻസിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മിസ്സാക്കില്ല. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേസ്. ബൈ.